നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. 1980 കമ്പനിയുടെ പ്രവർത്തനം അവസാനിച്ച് റാലി എന്ന സൈക്കിൾ ഇന്ത്യയിൽ ഇല്ലാതായെങ്കിലും ജനമനസ്സുകളിൽ അതൊരു വികാരമായി തുടർന്നു എന്നുള്ളതാണ് സത്യം. അത്തരം ഒരു മനുഷ്യനായിരുന്നു രാജേഷ് കർള. അദ്ദേഹം 2004 പഞ്ചാബിലെ ലുധിയാനയിൽ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നു. നരേൻ ഇന്റർനാഷണൽ എന്നാണ് എൻ്റെ പേര്. പല സാധനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ആ സ്ഥാപനത്തിൻ്റെ കീഴിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു സ്ഥാപനമാണ് സൺക്രോസ് സൈക്കിൾസ്. പ്രധാനമായും MTBയും സ്പോർട്സ് സൈക്കിൾസും പിന്നെ കുട്ടികൾക്കുള്ള സൈക്കിൾസ് അങ്ങനെയുള്ള മോഡേൺ സൈക്കിൾസാണ്. പഴയ റോഡ്സ്റ്റർ സൈക്കിൾ സൺക്രോസ് നിർമ്മിക്കുന്നില്ല. 2012 റാലിയെ എക്സൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതോടെ രാജേഷ് കർള ആ കമ്പനിയുടെ അധികൃതരുമായിട്ടൊക്കെ ചർച്ചയൊക്കെ നടത്തി റാലി ഇന്ത്യയിലേക്ക് രണ്ടാമത് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. റാലിയുടെ തായ്വാനിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് റാലി സൈക്കിൾസിൻ്റെ ഇറക്കുമതി രാജേഷ് കർള ആരംഭിക്കുന്നു. അത് സൺക്രോസ് സൈക്കിൾസിൻ്റെ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് വഴി വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ റാലി റോഡ്സ്റ്റർ ക്ലാസിക് മാൻ കൂടാതെ അവരുടെ MTBയും സ്പോർട്സ് സൈക്കിൾസും അങ്ങനെ പല തരം മോഡേൺ റാലി സൈക്കിൾസും ഇന്ന് സൺക്രോസ് സൈക്കിൾസ് വഴി നമുക്ക് ലഭ്യമാണ്. ഒപ്പം ഇന്ത്യയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാനുള്ള ചർച്ചകൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുണ്ട്. മിക്കവാറും അധികം വൈകാതെ റാലി ഇന്ത്യയിൽ വീണ്ടും പ്രൊഡക്ഷൻ തുടങ്ങും. ഇനി ഒപ്പം പറയാനുള്ളൊരു കാര്യം, ഈ റാലി ഇങ്ങനെ വികാരമായി തുടരുന്നു എന്ന് മനസ്സിലാക്കിയ മറ്റ് ചില സൈക്കിൾ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് നമ്മുടെ A1 കമ്പനി. സൈക്കിൾസ് റാലി എന്നുള്ള പേര് അനുകരിച്ചുകൊണ്ട് അവരുടേതായ ഒരു സൈക്കിൾ മാർക്കറ്റ് ചെയ്തു. സൈക്ലക്സ് റാലി എന്ന പേര്. സ്പെല്ലിംഗ് മാറ്റമുണ്ട്. RALLY എന്നാണ് എൻ്റെ സ്പെല്ലിംഗ്. നമ്മുടെ ഒറിജിനൽ റാലിയുടെ സ്പെല്ലിംഗ് RALEIGH എന്നാണല്ലോ. കൂടാതെ റാലി ഗോൾഡ് എന്നുള്ള പേരിൽ അത്ര വലിയതല്ലാത്ത ഒരു കമ്പനി പഞ്ചാബിൽ നിന്ന് തന്നെ സൈക്കിൾസ് ഇറക്കുന്നുണ്ട്. ഇതുകൂടാതെ അന്നേ വരെ സൈക്കിൾ ഉണ്ടാക്കിയിട്ടില്ലാത്ത റിലയൻസ് ഇൻഡസ്ട്രീസ് റാലീസ് എന്നുള്ള പേരിൽ ഒരു സൈക്കിൾ മാർക്കറ്റ് ചെയ്തു. ഏതായാലും റാലി രണ്ടാമത് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഡൽഹി ഹൈക്കോടതിയിൽ ഇതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. അത് 2022 ഓർഡറായി. ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് വിറ്റഴിച്ചാൽ പുതുതായിട്ട് ആ പേരുകളിൽ സൈക്കിൾ നിർമ്മിക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ ഓർഡർ. പക്ഷേ ഇപ്പോഴും ഇതൊക്കെ പല ഓൺലൈൻ സൈറ്റുകളിലും കാണുന്നുണ്ട്. സ്റ്റോക്ക് അനന്തമായിട്ട് നിൽക്കണമെന്നറിയില്ല. റാലി പോലെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ പ്രിയപ്പെട്ട ഒരു ബ്രാൻഡായിരുന്നു ഹമ്പർ. പക്ഷേ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു. അതുകൊണ്ട് ആ പേര് ഇന്ന് ആർക്കും ഉപയോഗിക്കാം എന്നുള്ള അവസ്ഥയാണ്. പഞ്ചാബിൽ തന്നെ ഏകദേശം ഒരു 3-4 കമ്പനികൾ ഹമ്പർ എന്നുള്ള പേരിൽ സൈക്കിൾ ഇറക്കുന്നുണ്ട്. കൂട്ടത്തിൽ സൺക്രോസ് സൈക്കിൾസും ഹമ്പർ സൈക്കിൾസ് ഇറക്കുന്നുണ്ട്. അങ്ങനെ സൈക്കിൾസിൻ്റെ ചരിത്രം നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. എന്ന് വെച്ച് സൈക്കിളിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോ മുതൽ സൈക്ലിംഗ് എന്ന സ്പോർട്സിനെ കുറിച്ച് പറയാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.